നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ പല ചാനലിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് എത്തിയത്. ഇത് സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ്. കാനഡയിലോ ഓസ്ട്രേലിയയോ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ട്രേഡ് വർക്കായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയോ ഒന്നുമല്ല, സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെ ഒരു 10 വർഷത്തെ ഈ ഇമിഗ്രേഷൻ റിക്രൂട്ട്മെൻറ്റ് സ്റ്റഡി അബ്രോഡ് ആ ജേർണിയിൽ നമ്മൾ പല പ്രോഗ്രാമുകളും കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സക്സസ്സും ഫെയിലിയറും നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പം അതിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണം, ആ രാജ്യത്തെത്തി ഒരു ജീവിതം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ബെറ്റർ കൺട്രിയിലേക്ക് മൂവ് ചെയ്യണം, ഗൾഫിലോട്ട് പോകാൻ താല്പര്യം കാണിക്കാത്തവർക്കൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇതൊരു സ്റ്റുഡൻറ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ബാക്കി വീഡിയോ കണ്ടു. ഓക്കെ, 35 വയസ്സ് താഴെ പ്രായമുള്ള 10ാം ക്ലാസ് മുതൽ മുകളിലോട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതൊരു വർക്ക് പെർമിറ്റ് പോലൊരു സ്റ്റുഡൻറ് പ്രോഗ്രാമാണ്. ജോലി ചെയ്യാം, പഠിക്കാം, നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. 2 പ്രധാന കോഴ്സുകളാണ് ഈ രാജ്യത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്: ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റും. ഈ 2 പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതെങ്കിലും ബെസ്റ്റ് നിങ്ങളുടെ ഒരു ടാലൻ്റ് അനുസരിച്ച്. അപ്പോൾ ഇതിനകത്ത് IELTS അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യക്കാരെ വാം വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയണേ, നിങ്ങൾക്ക് വിസ കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഏജ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 35 വയസ്സ് താഴെ പ്രായമായിരിക്കും. അടുത്തൊരു ഹൈലൈറ്റ്, ഇത് കോഴ്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും കോളേജിൽ പോകണ്ട. കാരണം TRC നിങ്ങൾക്കൊരു ജോലി കോളേജ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ദിവസത്തെ ക്ലാസ്, ചിലപ്പോൾ അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം, 2 hours 3 hours. അപ്പോൾ നിങ്ങൾക്ക് മതിയായി ജോലി ചെയ്യാനുള്ള സമയമുണ്ട്, പഠിക്കാൻ സമയമുണ്ട്, ജോലി ചെയ്യാനുള്ള സമയമുണ്ട്. ഇത് 2ൻ്റെ ഒപ്പം ഫ്രഞ്ച് കൂടെ പഠിക്കും. കാരണം ഈ രാജ്യത്തൊരു ലാംഗ്വേജ് ഫ്രഞ്ചാണ്. അപ്പോൾ ഫ്രഞ്ച് പഠിച്ച ശേഷം ഫ്രഞ്ച് പ്രോവിൻസുകളിലേക്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താൻ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് ഫ്രാൻസിൽ വേണേൽ പോകാം. കാരണം ഇത് ഇൻഡോ ആഫ്രിക്കൻ ഫ്രഞ്ച് അല്ലെ ബ്രിട്ടീഷ് കൾച്ചറുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്ര അവസരമുള്ള ഒരു രാജ്യത്തേക്ക് ഒരു 3 ലക്ഷത്തിൽ താഴെ ഫീസിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. ബട്ട് ഐ എം റെക്കമെൻഡിങ് ഫ്യൂ ഓഫ് യു നിങ്ങൾക്കൊരു 3 ലക്ഷത്തിൽ താഴെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ കോഴ്സുകൾ പഠിക്കാൻ ഈ രാജ്യത്തേക്ക് പോവാം. അപ്പോൾ ആ രാജ്യത്തെത്തി അവിടെ ആ രാജ്യം നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നി നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാം, നല്ല എംപ്ലോയേഴ്സിനെ കണ്ടെത്താം. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ നിങ്ങൾക്ക് അവസരമുണ്ട്. റീസെൻ്റ്ലി ഈ രാജ്യത്ത് വെച്ചാണ് കാനഡയുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രോ നടക്കാൻ പോകുന്നത്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി അനൗൺസ് ചെയ്തു, നടക്കാൻ പോകുന്നു. അത് നേഴ്സസ് ഉണ്ട്, ആ ഹോസ്പിറ്റാലിറ്റി, IT, ധാരാളം ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒരു എമിഗ്രേഷൻ പ്രോഗ്രാം റിക്രൂട്ട്മെൻറ്റ് ഡ്രോ ഈ രാജ്യത്താണ് നടക്കുന്നത്. അപ്പോൾ രാജ്യം ഏതാണെന്നല്ലേ വലിയ സർപ്രൈസ് ഒന്നും വേണ്ട, ഇറ്റ്സ് മൗറീഷ്യസ്. ലോകത്ത് കാണേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കണ്ടിരിക്കേണ്ട 5 രാജ്യങ്ങളിൽ ഒന്ന് മൗറീഷ്യസ് തന്നെയാണ്. 7 നിറങ്ങളുള്ള മണ്ണ്, ലാൻഡുള്ള ഭൂമിയാണ് മൗറീഷ്യസിൻ്റെത്. അങ്ങനെ പ്രത്യേകം എന്താ പറയുക, ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം, ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ധാരാളം അവസരങ്ങളുള്ള രാജ്യം, ഇന്ത്യക്കാരെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം, വിസ റിഫ്യൂസൽ വളരെ കുറവുള്ള രാജ്യം. ഈ രാജ്യത്ത് നിങ്ങളുടെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ, വലിയ ഡെപ്പോസിറ്റ് ഇല്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു ചെറിയ കോഴ്സിലൂടെ പഠിക്കാൻ പോവുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ലക്ഷങ്ങൾ ഒന്നും സ്വപ്നം കാണരുത്. കാനഡയിൽ ലക്ഷങ്ങളൊക്കെ സ്വപ്നം കണ്ട് പഠിക്കാൻ പോയ ആളുകൾ ഇന്ന് 10-40 ലക്ഷം കടമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 3 ലക്ഷത്തിൽ താഴെ പഠിക്കാൻ നിങ്ങൾക്കൊരു അവസരം. നിങ്ങളത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ സാധിക്കും. അവിടെയും പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് മാത്രം കണ്ടെത്തുകയാണ്. ഇവിടെ മഞ്ഞില്ല, ഇവിടെ എന്താ പറയുക, യൂറോപ്പിലേക്കുള്ളൊരു ഒരു ലാൻഡ്സ്കേപ്പ് അല്ല. അവിടെ ഒരു എന്താ പറയുക, കടൽ തീരങ്ങളും തിരമാലകളുടെയും നാടാണ്, പവിഴപ്പുറ്റുകളുടെയൊക്കെ ഒരു നാടാണ്. ആ നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിച്ച് ആ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഇങ്ങനൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയ ഒരു സർവീസ് കൺസൾട്ടൻസിയെ നിങ്ങൾ സമീപിക്കുക. അതിലേറ്റവും ബെസ്റ്റ്
ചെയ്യുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ ടീമിൽ അവരുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ, ഞാൻ പറഞ്ഞ ഏറ്റവും ഫീസ് കുറഞ്ഞ ഫീസില്ലേ, ഒരു 3 ലക്ഷത്തിൽ താഴെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അവിടുത്തെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് റെഫറൻസ് തരാം. അപ്പോൾ ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തായിട്ട് കിട്ടുന്ന ഗുണം വലിയ കാശ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകില്ല. നമുക്കൊരു എൻട്രി കിട്ടുന്നു, ലീഗലായി ആ രാജ്യത്ത് എത്താൻ സാധിക്കുന്നു. അവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ കണ്ടെത്തി പുതിയ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുമോ, ആ രാജ്യത്ത് തന്നെ ജീവിക്കുകയോ, അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു നല്ല സ്വപ്നം കണ്ട ജീവിതം കെട്ടിപ്പടുക്കാനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചുരുങ്ങിയ ചെലവിൽ വലിയ ഈ പറയുന്ന നൂലാമാലകളൊന്നും ഇല്ലാതെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൗറീഷ്യസിൻ്റെ സ്റ്റുഡൻറ് പ്രോഗ്രാം ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ അവിടെ എത്തി ഈ പറയുന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു ജീവിതം എന്താ പറയുക ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീം നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സിങ് ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആലോചിച്ച ശേഷം ആ പ്രോസസ്സിൽ പങ്കെടുത്ത് കുറച്ച് നെഗറ്റീവ് ഒക്കെ തിരക്ക് കേട്ടോ, അതൊക്കെ നോക്കിയ ശേഷം ഈ രാജ്യത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.